ET സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള കുറച്ച് ഓഹരികൾ ഏതാണെന്ന് നോക്കാം. എന്തുകൊണ്ട് ഓഹരി ശ്രദ്ധാ കേന്ദ്രമായി എന്നും മനസ്സിലാക്കാം. ആദ്യത്തെ ഓഹരി ടൈറ്റൻ ആണ്. ടൈറ്റൻ ഓഹരി ഇന്ന് 4% കുതിപ്പ് നടത്തി ഒരു വർഷത്തെ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഡിസംബർ പാദത്തിൽ മികച്ച ബിസിനസ് നമ്പർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കുതിപ്പ് കണ്ടത്. ടൈറ്റന്റെ കൺസ്യൂമർ ബിസിനസ് വാർഷികാടിസ്ഥാനത്തിൽ 40% വളർച്ചയാണ് കൈവരിച്ചത്. ഫെസ്റ്റീവ് ഡിമാൻഡ് ഉയർന്നത് ബിസിനസ്സിൽ ശക്തി പകർന്നു. ഇതോടെ ടൈറ്റൻ ഓഹരിയുടെ മുന്നേറ്റത്തിന്റെ പ്രധാന ഉപഭോക്താവായി രേഖ ജുൻജുൻവാല മാറിയിട്ടുണ്ട്. അന്തരിച്ച രാകേഷ് ജുൻജുൻവാലയുടെ പോർട്ട്ഫോളിയോയിലെ ഏറ്റവും പ്രബലമായ ഓഹരികളിലൊന്നാണ് ടൈറ്റൻ. നിലവിൽ ടൈറ്റൻ ജുൻജുൻവാല പോർട്ട്ഫോളിയോയ്ക്ക് 5.3% ഓഹരി പങ്കാളിത്തമുണ്ട്. ഇത് ഓഹരി വിലയിൽ ഏകദേശം 19,000 കോടി രൂപയെ സൂചിപ്പിക്കുന്നു. കമ്പനിയുടെ മൂന്നാം പാദ കണക്കുകളും പ്രഖ്യാപനങ്ങളും പുറത്തു വന്നതോടെ ടൈറ്റൻ ഓഹരികൾ 4,280 രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് കുതിക്കാൻ സാധിച്ചു. ഓഹരിയിൽ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ശുഭപ്രതീക്ഷ തന്നെയാണ് കൈവയ്ക്കുന്നത്. ICICI ഡയറക്ടർ, JM ഫിനാൻഷ്യൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ ടൈറ്റൻ ഓഹരികൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. അതേസമയം സ്വർണ്ണവിലയിലെ മാറ്റങ്ങളും വിപണിയിലെ ചാഞ്ചാട്ടങ്ങളും ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നോമുറയും ഓഹരിക്ക് ബൈ എന്ന ശുപാർശ നൽകുമ്പോൾ 4,500 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. ടൈറ്റൻ കുതിച്ചപ്പോഴും ട്രെൻഡ് ഓഹരികൾ കഴിഞ്ഞ ദിവസത്തെ ഇടിവ് തുടർന്നിരുന്നു. ടൈറ്റൻ കൂടാതെ മറ്റ് ജ്വല്ലറി ഓഹരികളും ഇന്ന് കുതിപ്പിന്റെ പാതയിലായിരുന്നു. സെൻകോ ഗോൾഡ് ആണ് അടുത്ത ഓഹരി. ഇന്ന് ഇൻട്രാഡേയിൽ 14% കുതിപ്പാണ് ഓഹരി കാഴ്ചവെച്ചത്. മികച്ച Q3 ബിസിനസ് അപ്ഡേറ്റ്സ് പുറത്തുവിടാൻ കമ്പനിക്കും സാധിച്ചിരുന്നു. വരുമാനവും വിൽപ്പനയും വാർഷികാടിസ്ഥാനത്തിൽ 51% മുന്നേറ്റമാണ് റിപ്പോർട്ട് ചെയ്തത്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 9 മാസം പിന്നിട്ടപ്പോൾ 31% വളർച്ചയാണ് വിൽപ്പനയിൽ കൈവരിച്ചത്. ഇതോടെ വരുമാനം 8,000 കോടി രൂപ മറികടന്നു. മാത്രമല്ല, നാലാം പാദത്തിലേക്ക് മികച്ച ഗൈഡൻസും കമ്പനി പങ്കുവച്ചിട്ടുണ്ട്. ലൈറ്റ് വെയ്റ്റ്, ബജറ്റ് ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങൾ കൂടുതൽ അവതരിപ്പിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കി. സ്വർണ്ണവില കൂടുതൽ മുന്നേറുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വെഡിംഗ് സീസണും വാലന്റൈൻസ് ഡേയും ഇന്റർനാഷണൽ വുമൻസ് ഡേ പോലുള്ള പല സെലിബ്രേഷനുകളും വരാനിരിക്കെ 18 മുതൽ 20% വളർച്ച കൈവരിച്ചേക്കുമെന്നാണ് കമ്പനി വിശ്വസിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സ് ഓഹരികളിലും 5% മുന്നേറ്റം പ്രകടമായിരുന്നു. മൂന്നാം പാദത്തിൽ വരുമാനത്തിൽ 42% വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. അന്താരാഷ്ട്ര വിപണിയിലും വരുമാനത്തിൽ 34% വാർഷിക വളർച്ച കൈവരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ നിന്നുള്ള വരുമാനം മൊത്ത വരുമാനത്തിന് 11% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ പാദത്തിൽ ഇന്ത്യയിലും വിദേശത്തുമായി 21 കല്യാൺ ഷോറൂമുകളും 14 കാൻഡേറെ ഷോറൂമുകളും ആരംഭിച്ചിരുന്നു. വാല്യുവേഷൻ നോക്കിയാൽ ഓഹരിയുടെ PE റേഷ്യോ 55.47 ടൈംസ് ആണ് തുടരുന്നത്. പ്രൈസ് ടു ബുക്ക് റേഷ്യോ 10.75 ടൈംസ് ആയും തുടരുന്നു. നിലവിൽ ടെക്നിക്കൽ പരിശോധിച്ചാൽ ഓഹരിയുടെ 14-day RSI 58 ആയാണ് തുടരുന്നത്. RSI 70 മുകളിലാണെങ്കിൽ ഓവർബോട്ട് സോണിനെയാണ് സൂചിപ്പിക്കുന്നത്. നിലവിലെ സ്ഥിതി ന്യൂട്രൽ ടു ബുള്ളിഷ് മൊമെന്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മൂവിംഗ് ആവറേജ് പരിശോധിച്ചാൽ 8-ൽ 6 സിമ്പിൾ മൂവിംഗ് ആവറേജിന് മുകളിലാണ് ഓഹരി തുടരുന്നത്. ഇതും ബുള്ളിഷ് ട്രെൻഡിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ജ്വല്ലറി ഓഹരികൾ മാറ്റി നിർത്തിയാൽ ഇന്ന് ശ്രദ്ധാകേന്ദ്രമായ ഓഹരി MV ഫോട്ടോവോൾട്ടൈക് ഓഹരികളാണ്. ഇന്ന് ഇൻട്രാഡേയിൽ 217 രൂപ വരെ കുതിക്കാൻ ഓഹരിക്ക് കഴിഞ്ഞു. ഇതോടെ കഴിഞ്ഞ 2 സെഷനുകൾ കൊണ്ട് 17% റാലിയാണ് ഓഹരിയിൽ കണ്ടത്. ഇന്നും 8% നേട്ടം പ്രകടമായി. പ്രമുഖ ബ്രോക്കറേജ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകിയതിന് പിന്നാലെയാണ് ഓഹരിയിൽ നമുക്ക് കുതിപ്പ് കാണാൻ സാധിച്ചത്. ഓഹരിക്ക് നിലവിലെ വിലയിൽ നിന്നും 60% കുതിപ്പാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 320 രൂപ ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത്. വാല്യുവേഷൻ ആകർഷകമായി തുടരുന്നു എന്നതാണ് പ്രഥമമായി ബ്രോക്കറേജ് കണ്ടെത്തിയ പോസിറ്റീവ് പോയിന്റ്. കൂടാതെ അനുകൂലമായ പോളിസി സപ്പോർട്ടും ബിസിനസ് കൂടുതൽ വളരാൻ സഹായിക്കുമെന്നും ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നു. സൗരോർജ്ജ താരിഫുകൾ കുറയുന്നതും വൈദ്യുതി ആവശ്യകത വർദ്ധിക്കുന്നതും ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയും മൂലം 2025 സാമ്പത്തിക വർഷത്തിനും 2028 സാമ്പത്തിക വർഷത്തിനും ഇടയിൽ ഇന്ത്യയുടെ വാർഷിക സോളാർ ഇൻസ്റ്റാളേഷനുകൾ 24% CAGR വളർച്ച കൈവരിക്കുമെന്ന് ജെഫറീസ് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇലക്ട്രിസിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ പരിഗണിക്കുന്ന മാർക്കറ്റ് കപ്ലിംഗ് കേസിൽ അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന്റെ ഓഹരികൾ 14% വരെ ഉയർന്ന് 153 രൂപയിലെത്തി. സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ച മാർക്കറ്റ് കപ്ലിംഗുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ അഥവാ മാർക്കറ്റ് കപ്ലിംഗ് നിയമങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് ട്രിബ്യൂണൽ ചോദ്യമുയർത്തുകയും ആശങ്കകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ചട്ടക്കൂട് തയ്യാറാക്കുമ്പോൾ CRSE സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന് അപ്റ്റൽ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ഈ വാർത്തകൾക്ക് പിന്നാലെയാണ് ഓഹരിയിൽ ഉയർന്ന ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നത്. നാൽക്കോ ഓഹരികളും ഇന്ന് ശ്രദ്ധാകേന്ദ്രമായി. ഓഹരി കഴിഞ്ഞ 4 സെഷനുകൾ കൊണ്ട് 14% റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയത്. ഇന്ന് ഒരു വർഷത്തെ ഉയർന്ന നിലയിലേക്ക് കുതിക്കാൻ ഓഹരിക്ക് സാധിച്ചു.
അലുമിനിയം വിലയിൽ ഉണ്ടാകുന്ന കുതിപ്പും നിക്ഷേപകർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ബൈയിങ് ഇൻട്രസ്റ്റും ഓഹരി വിലയ്ക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അലുമിനിയം വില 3 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തി. ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച് വില ടണ്ണിന് $3000 എന്ന മാർക്കിനെ മറികടന്ന് $3082 എന്ന നിലയിലേക്ക് എത്തി. ടെക്നിക്കൽ നോക്കിയാൽ ഓഹരി പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് തുടരുന്നതെന്ന് കാണാം. ഇത് ഓഹരിയിലെ ബുള്ളിഷ് അണ്ടർടോണിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ RSI 85.5 തുടരുന്നത്. ഇത് ഓവർബോട്ട് സോണിനെ സൂചിപ്പിക്കുന്നതിനാൽ വിലയിൽ ഒരു പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ് 18.9 എന്ന നിലയിലും അതിന്റെ സെൻട്രൽ സിഗ്നൽ ലൈനുകൾക്ക് മുകളിലുമാണ് നിലനിൽക്കുന്നത്. ഇത് നിലവിലെ സ്ട്രോങ് മൊമെന്റത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഓഹരി 350 രൂപയ്ക്ക് മുകളിൽ തന്നെയാണ് ഇന്നും തുടർന്നത്. SBIയിൽ നിന്നും 1000 കോടി രൂപയുടെ കരാർ ലഭിച്ച CMS ഇൻഫോസിസ്റ്റം ഓഹരികളും ഇന്ന് 7% കുതിപ്പ് രേഖപ്പെടുത്തി. 10 വർഷ കാലയളവിലേക്കാണ് കരാർ. ടാറ്റ LXC ഓഹരികൾ ഇന്ന് JP മോർഗൻ ടാർഗറ്റ് വില ഉയർത്തിയതിന് പിന്നാലെ 8% കുതിപ്പ് പ്രകടമാക്കിയിരുന്നു. അണ്ടർവെയ്റ്റ് എന്ന സ്റ്റാൻസിൽ നിന്നും ഓഹരിയുടെ റേറ്റിംഗ് ന്യൂട്രൽ ആക്കി ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ടാർഗറ്റ് വില 4000 രൂപയിൽ നിന്നും 4800 രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നിലവിലെ വിലയിൽ നിന്നും 17% താഴെയാണ് ബ്രോക്കറേജ് നൽകിയിട്ടുള്ള ടാർഗറ്റ് വില. അതേസമയം വിപണിയിൽ ഇന്ന് ബാലു ഫോർജ് ഓഹരികൾ 20% ഇടിവ് രേഖപ്പെടുത്തി. ഓഹരിയിൽ കനത്ത വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്നാണ് ഇടിവുണ്ടായത്. 50 ലക്ഷം ഓഹരികൾ കൈമാറ്റം നടന്നു. ഇതോടെ വിപണി മൂലധനം 248 കോടി രൂപ കുറഞ്ഞ് 5304 കോടി രൂപയിലേക്ക് കൂപ്പുകുത്തി. കഴിഞ്ഞ 6 സെഷനുകളായി ഓഹരി 23% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഓഹരി ബെയറിഷ് ടെറിട്ടറിയിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ എല്ലാ മൂവിംഗ് ആവറേജിനും താഴേക്ക് ഓഹരി കൂപ്പുകുത്തിയിട്ടുണ്ട്. മൊമെന്റം ഇൻഡിക്കേറ്റേഴ്സ് നെഗറ്റീവ് ആയാണ് തുടരുന്നത്. RSI 36 ആയാണ് തുടരുന്നത്. മാരുതി സുസുക്കി ഓഹരികളും 6 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്ന് 4% ഇടിഞ്ഞു. ഓഹരിയിൽ കവറേജ് നൽകിയ 49 അനലിസ്റ്റുകളിൽ 38 അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാർശ നൽകിയിട്ടുണ്ട്. 4 അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഷെയർ ലോക്കിൻ പീരീഡ് അവസാനിച്ചതിന് പിന്നാലെ മീഷോ ഓഹരികളും വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു. ഓഹരി 5% ഇടിഞ്ഞു. 109 മില്യൺ ഓഹരികളാണ് ഇന്ന് വ്യാപാരം ചെയ്യാൻ എലിജിബിൾ ആയത്. ഏകദേശം 2000 കോടി രൂപയുടെ ഓഹരികളാണ് വ്യാപാരം ചെയ്യപ്പെടാൻ എലിജിബിൾ ആയത്.